പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ചിന് മുന്നിൽ നേരിട്ട് ഹാജരായേക്കും. സംസ്ഥാനത്ത് നടത്തിയ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടപടിക്രമങ്ങളുടെ നിയമസാധുത ചോദ്യം ചെയ്യുന്ന കേസിൽ അവർ നേരിട്ട് ഹാജരാകും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സോഷ്യൽ മീഡിയയിൽ പ്രഖ്യാപിച്ച അമേരിക്കയുമായുള്ള വ്യാപാര കരാറിൽ സെൻസിറ്റീവ് കാർഷിക ഇനങ്ങളും പാലുൽപ്പന്നങ്ങളും ഉൾപ്പെടില്ലെന്ന് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. കരാറിന്റെ വിശദാംശങ്ങൾ ഉടൻ പരസ്യമാക്കുമെന്ന് കൂട്ടിച്ചേർത്തു. വംശീയ കലാപം രൂക്ഷമായ വടക്കുകിഴക്കൻ സംസ്ഥാനത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ പുനഃസ്ഥാപിക്കുന്നതിന് വഴിയൊരുക്കി. 62-കാരനായ യുനാം ഖേംചന്ദ് സിംഗ് മണിപ്പൂരിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നിയമസഭാ പാർട്ടി നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു. തിരഞ്ഞെടുപ്പോടെ ശ്രീ സിംഗ് സംസ്ഥാന മുഖ്യമന്ത്രിയാകാൻ പോകുന്നു. മ്യാൻമറിൽ 6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമായ വടക്കുകിഴക്കൻ ഇന്ത്യയുടെ ചില ഭാഗങ്ങളെ പിടിച്ചുകുലുക്കിയതിനു ശേഷം കൊൽക്കത്തയിലും സമീപ പ്രദേശങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടതായി ഒരു IMD ഉദ്യോഗസ്ഥൻ പറഞ്ഞു.